ഹലോ, എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ കൂടി ചെയ്യാൻ പോകുന്നത് കാർഡ് ബോർഡും പിന്നെ ന്യൂസ് പേപ്പറും വെച്ചിട്ടുള്ള ഒരു സിമ്പിളായിട്ടുള്ള ക്രാഫ്റ്റാണ്. ഇത് നമുക്ക് പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം ഇതുപോലത്തെ ഒരു കാർഡ് ബോർഡ് എടുക്കുക. എന്നിട്ട് കാർഡ് ബോർഡിൻ്റെ ആ ഒരു ഫസ്റ്റ് ലെയർ നമ്മൾ ഇതുപോലെ റിമൂവ് ചെയ്ത് കളയാം. ഞാനിപ്പോൾ അത് റിമൂവ് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ നല്ലൊരു ടെക്സ്ചർ നമുക്കിപ്പോൾ കിട്ടും. ഇനി നമുക്കിതിനകത്തോട്ട് ബ്ലാക്ക് അക്രിലിക് പെയിൻറ്റ് അടിച്ചു കൊടുക്കാം. അടിക്കാനായിട്ട് ഞാൻ ബ്രഷാണ് യൂസ് ചെയ്യുന്നത്. പെയിൻറ്റ് നമ്മൾ ഫുള്ളായിട്ട് കാർഡ് ബോർഡിൽ അടിച്ചു കൊടുക്കണം. അപ്പോൾ ഞാൻ ഫുള്ളും പെയിൻറ്റ് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് അടുത്തതായിട്ട് വേണ്ടത് ന്യൂസ് പേപ്പറാണ്. ഇതുപോലൊരു പീസ് നമ്മൾ കട്ട് ചെയ്തെടുക്കണം. എന്നിട്ട് അത് ഇതുപോലെ റോൾ ചെയ്തെടുക്കാം. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു സ്റ്റിക്ക് യൂസ് ചെയ്തിട്ട് റോൾ ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് ന്യൂസ് പേപ്പറിന് പകരം മാഗസിൻ പേപ്പറും അങ്ങനെയുള്ള നമ്മൾ വേസ്റ്റായിട്ട് കളയുന്ന പേപ്പറൊക്കെ നമുക്ക് എടുക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ അറ്റത്ത് കുറച്ച് ഫെവിക്കോൾ അപ്ലൈ ചെയ്ത് കൊടുക്കാം. എന്നിട്ട് അത് ഒട്ടിക്കാം. ഇനി നമുക്കിതിൻ്റെ അറ്റം കുറച്ചൊന്ന് കട്ട് ചെയ്ത് കളയാം. രണ്ടറ്റവും കട്ട് ചെയ്യണം. അപ്പോൾ നമ്മുടെ സ്റ്റിക്ക് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് ഗ്രീൻ അക്രിലിക് പെയിൻറ്റ് അടിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ഒരു ലീഫ് ഗ്രീൻ പെയിൻറ്റാണ് എടുത്തിരിക്കുന്നത്. ഇനി നമുക്കൊരു ബ്രഷ് യൂസ് ചെയ്തിട്ട് ഇത് നമ്മുടെ സ്റ്റിക്കിലോട്ട് അടിച്ചു കൊടുക്കാം. അപ്പോൾ ഞാൻ ഫുള്ള് പെയിൻറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ ഗ്രീൻ കളറിൽ 2 സ്റ്റിക്കാണ് നമുക്ക് ഉണ്ടാക്കണം. പിന്നെ നമുക്ക് ബ്ലാക്ക് കളറിലും ഇങ്ങനെ കുറച്ച് സ്റ്റിക്സ് ഉണ്ടാക്കിയെടുക്കണം. ഇനി നമുക്ക് അടുത്തതായിട്ട് ഇതുപോലൊരു സ്ക്വയർ ഷീറ്റ് വേണം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളറിലുള്ള എടുക്കാം. പിന്നെ ഒരു 5 സെൻറ്റിമീറ്ററൊക്കെ ഇതിൻ്റെ ലെങ്ത്ത് എടുത്താൽ മതി. 5 സെൻറ്റിമീറ്റർ ഇൻറ്റു 5 സെൻറ്റിമീറ്റർ അങ്ങനത്തെ രീതിയിൽ ലെങ്ത്ത് എടുത്താൽ മതി. എന്നിട്ട് ഈ കാണുന്നത് പോലെ കട്ട് ചെയ്തെടുക്കാം. ഞാനപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇവിടെ വരച്ച് കാണിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു രീതിയിൽ വരച്ചിട്ട് അതിൻ്റെ മേളിൽ കൂടെ കട്ട് ചെയ്തെടുത്താൽ മതി. അപ്പം നമുക്ക് നല്ല രീതിയിൽ തന്നെ കട്ട് ചെയ്തെടുക്കാൻ പറ്റും. ഇപ്പോൾ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് തുറന്ന് നോക്കാം. ഇപ്പോൾ ഒരു ഫ്ലവർ ഷേപ്പിൽ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതുപോലെ എന്തെങ്കിലും ഒരു ബ്രഷോ അല്ലെങ്കിൽ ഒരു പെൻസിലോ എടുത്തിട്ട് ഈ കാണുന്നത് പോലെ നമുക്ക് ചെയ്ത് കൊടുക്കാം. അതുകൊണ്ട് ഈ ഒരു രീതിയിലൊരു കിട്ടും നമുക്കപ്പോൾ. ഇതുപോലെ 4 പെറ്റൽസും ചെയ്തെടുക്കണം. ഇനി നമുക്ക് ഇതുപോലത്തെ തന്നെ ഒരെണ്ണം കൂടെ വേണം. അപ്പോൾ ഒരെണ്ണത്തിൻ്റെ നടുക്ക് കുറച്ച് ഫെവിക്കോൾ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് മെറ്റ് ചെയ്ത് ഇതുപോലൊരു ക്രോസ് ഷേപ്പിൽ ഒട്ടിച്ചു കൊടുക്കാം. 2 ഇതളിൻ്റെ നടുക്ക് ഒരു ഇതൾ വരുന്ന രീതിയിൽ ഒട്ടിച്ചു കൊടുക്കണം. പിന്നെ നമുക്കിതുപോലെ ഒരു ബ്ലാക്ക് സർക്കിൾ എടുത്തിട്ട് ഇതിൻ്റെ നടുക്ക് ഒട്ടിച്ചു കൊടുക്കാം. ഞാനിത് കളർ പേപ്പറാണ് യൂസ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് സ്കെച്ച് പെൻ യൂസ് ചെയ്ത് ഇങ്ങനെ വരച്ചു കൊടുക്കാവുന്നതാണ്. ഇനി നമ്മൾ നേരത്തെ കളർ ചെയ്ത് വെച്ച ആ കാർഡ് ബോർഡ് എടുക്കാം. എന്നിട്ട് അതിൻ്റെ മുകളിൽ കുറച്ച് ഫെവിക്കോൾ അപ്ലൈ ചെയ്തിട്ട് നമ്മൾ നേരത്തെ ഉണ്ടാക്കിയ സ്റ്റിക്ക് ഒട്ടിച്ചു കൊടുക്കാം. 2 സ്റ്റിക്ക് വീതം എല്ലാ സൈഡിലും ഒട്ടിച്ചു കൊടുക്കണം. അപ്പോൾ നമ്മൾ മേളിൽ 2 സ്റ്റിക്ക് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇതുപോലെ 4 സൈഡിലും നമ്മൾ 2 സ്റ്റിക്ക് വീതം ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കണം. അപ്പോൾ നമുക്കൊരു ഫ്രെയിം പോലെ കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഈ ഒരു രീതിയിൽ ഇങ്ങനെ പശ ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമ്മൾ ആ ഗ്രീൻ കളർ അടിച്ച് വെച്ച സ്റ്റിക്ക് ഇതിനകത്തോട്ട് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ നമുക്കൊരു തണ്ടിൻ്റെ രീതിയിൽ കിട്ടുന്നതായിരിക്കും. അപ്പോൾ തണ്ട് ഒട്ടിക്കുമ്പം ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്തിട്ട് ഇങ്ങനെ ഒന്ന് ചെരിച്ചൊക്കെ കൊടുത്തിട്ട് ഒട്ടിക്കണം. അപ്പോൾ നമ്മൾ തണ്ടൊക്കെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആ തണ്ടിൻ്റെ മേലിൽ കുറച്ച് ഫെവിക്കോൾ അപ്ലൈ ചെയ്തിട്ട് നമ്മുടെ ഫ്ലവേഴ്സ് ഒട്ടിച്ചു കൊടുക്കാം. ഇപ്പോൾ നമ്മൾ ഫ്ലവേഴ്സ് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഗോൾഡ് അക്രിലിക് പെയിൻ്റാണ്. അത് നമുക്ക് ഒരു കാർഡ് ബോർഡിൻ്റെ അവിടെയായിട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഒരു ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇതുപോലെ. അപ്പോൾ ഒരു പ്രത്യേക ഭംഗിയായിരിക്കും. ഇപ്പോൾ നമ്മൾ ഹൈലൈറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ പുറകു വശത്ത് ഒരു നൂലും കൂടെ ഒട്ടിച്ച് കൊടുക്കാം. ഒട്ടിക്കാനായിട്ട് ഞാൻ ഫെവിക്കോൾ ആദ്യം പറ്റിയിട്ട് അതിൻ്റെ മുകളിൽ നൂല് വെച്ചിട്ട് ഒരു ടേപ്പ് വെച്ചിട്ട് ഒട്ടിക്കുകയാണ് ചെയ്യുന്നത്. ഞാൻ യൂസ് ചെയ്യുന്നത് ഇതുപോലത്തെ പേപ്പർ ടേപ്പാണ്. നിങ്ങൾക്ക് ഏത് ടേപ്പ് വേണമെങ്കിലും യൂസ് ചെയ്യാം. നമ്മൾ ടേപ്പും കൂടെ ഒട്ടിച്ച് ചെയ്യുമ്പോൾ അത് നല്ലോണം അവിടെ ഇരുന്നോളും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ അത് നല്ല സ്ട്രോങ് ആയിട്ട് ഇരുന്നോളും. ഇങ്ങനെ നമുക്ക് ഹാങ് ചെയ്തിടാനും പറ്റും. അപ്പോൾ നമ്മുടെ വാൾ ഹാങ്ങിങ് റെഡി ആയിട്ടുണ്ട്. ഇത് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നൊരു വാൾ ഹാങ്ങിങ് ആണ്. ഇത് നമുക്ക് സിമ്പിളായിട്ട് നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ച് തന്നെ ഉണ്ടാക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് ട്രൈ ചെയ്ത പിക്ചേഴ്സൊക്കെ എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജിലോട്ട് അയച്ചു തരിക. അപ്പോൾ ഞാനതിൻ്റെ വീഡിയോസിലൊക്കെ കാണിക്കുന്നതായിരിക്കും.
അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ നല്ലൊരു ക്രാഫ്റ്റായിട്ട് കാണുന്നവരെ ബൈ. താങ്ക് യു.